ഒന്ന് വേഗം നടക്കടി. അവള് കോർപ്പറേഷൻ ഓഫീസിൽ പോണതിന് മുമ്പ് അങ്ങ് എത്തണം. ചെന്ന് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞാൽ പത്മാവതിക്ക് വലിയ കാര്യമാണ്. ഒന്ന് വേഗം നടന്നേ. ഓട്ടോ പിടിക്കാൻ പിന്നെ അതിന്റെ കാശും കൂടി ഞാൻ കളഞ്ഞോ? ഒന്നിരിക്കണേ. ഇവിടെ അങ്ങാണ്ടല്ലേ നമ്മുടെ കൗൺസിലർ പത്മാവതി അമ്മയുടെ വീട്? അതെ, ആ വളവ് കഴിഞ്ഞ് വലത് സൈഡ് 4ാമത്തെ വീടാ. കൊറേ നാളായി ഇതുവഴിയൊക്കെ ഒന്ന് വന്നിട്ട് സ്ഥലമൊക്കെ ഒരുപാട് അങ്ങ് മാറിപ്പോയി. അല്ല, കൗൺസിലറെ കാണാൻ പോവാണോ? അതെ, അവളെ മാമനാണ് ഞാൻ. അങ്ങ് ആരനാട്ടുള്ള. ഞാൻ എടുത്തു വളർത്തിയ കൊച്ചാണത്. പത്രത്തിൽ വാർത്ത കണ്ടപ്പോ കൊച്ചിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പൊ ഇവിടെ ഉള്ളതല്ലേ? അതെ. 1.5 ലക്ഷം രൂപ അവാർഡ് കിട്ടിയെന്നൊക്കെ കേട്ട്. സംഭവം ഉള്ളത് തന്നെ അല്ലേ? സംഭവമൊക്കെ ഉള്ളത് തന്നെ. പോട്ടെ. 1.5 ലക്ഷം. ലക്ഷങ്ങളല്ല അപ്പച്ചി, കോടികളുടെ അവാർഡ് കിട്ടിയാലും ഈ പത്മശ്രീ പത്മാവതി പഴയ പത്മം തന്നെ ആയിരിക്കും. ശരി അപ്പച്ചി, ഞാൻ വിളിക്കാം. ഓക്കെ. ഇതുവരെ ചന്ദ്രമാവനോ? അമ്മാവന് പിന്നെ ഇങ്ങോട്ടുള്ള വഴിയൊന്നും ഓർമ്മയില്ലല്ലോ. എത്ര കാലായി കണ്ടിട്ട്. വാ അമ്മാവ, വാ ഇരിക്കി. അമ്മായി വാ. രാവിലെ പത്രത്തിലെ വാർത്ത കണ്ടപ്പോ മോളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഞാനാണ് വാർത്ത ആദ്യം കണ്ടത്. ആദ്യം ഞാൻ കരുതി വല്ല അഴിമതി കേസിലും പെട്ട വാർത്തയായിരിക്കും. ഏതായാലും മോളെ സന്തോഷായി. നീ ആ ഗാന്ധിയൻ പപ്പനാവനെ കെട്ടിയപ്പോഴും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോഴും കുടുംബത്തിലുള്ളവരെല്ലാം പലതും പറഞ്ഞു. പക്ഷെ അന്നേ എനിക്കറിയാമായിരുന്നു നീ ഈ രംഗത്ത് ഒരു പേരും പെരുമയും ഒക്കെ ഉണ്ടാക്കുന്നു. നിങ്ങൾ സ്തുതി പാടാതെ വന്ന കാര്യം പറയാൻ നോക്കാം. വന്ന് കയറിയല്ലേ ഉള്ളൂ. അല്ല, ഞാന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം? ആയിക്കോട്ടെ. വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സർബത്ത് വാങ്ങിച്ചെന്ന് അത് മുഴുവനും കുടിച്ചത് പോലും ഇല്ല. പുറത്തൊന്നും മാമി ഒന്നും കഴിക്കില്ല മോളെ. മോക്ക് എന്നാ ഈ അവാർഡ് കിട്ടുന്നേ? വലിയ താമസമൊന്നും ഇല്ലാണ്ട് കിട്ടും. എന്നാലും മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ കിട്ടും. 1.5 ലക്ഷം രൂപയുടെ പ്രൈസ് എന്ന് കേട്ടു. അതെ മക്കളെ, വന്ന കാര്യം വളച്ചിട്ടില്ലാതെ പറയാം. ചന്ദ്രമാമൻ വന്നത് മക്കൾ എനിക്ക് കുറച്ച് പൈസ എന്ന് സഹായിച്ചേ പറ്റൂ. അല്ല, അത് പിന്നെ ഈ കമ്മിറ്റിക്കാരും സംഘാടകരും തീയതി ഒന്നും പറഞ്ഞില്ല മാമ. ഞാൻ എന്ത് പറഞ്ഞു നിങ്ങളോട്? ചുമ്മാ ഇരിക്കാനോ? അല്ലാതെ മോളെ, ഞാൻ ഉള്ള കാര്യം പറയാലോ. നിന്റെ കല്യാണത്തിന്റെ ആവശ്യം പറഞ്ഞ് നിന്റെ അമ്മ കുറച്ച് രൂപ പണ്ട് എന്നോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓ, സത്യമായിട്ട് ആ പൈസ അല്ല ഈ പൈസ. ഞാൻ ചോദിച്ച പണം വേറെ പണമാണ് മോളെ. അങ്ങനെ വേറെ പണത്തിന്റെ ആവശ്യം എന്തോന്നാ ഞാൻ പറഞ്ഞു വന്നത്? നീ മിണ്ടാരിടി. എടി പത്മജേ, നിന്റെ അമ്മ വാങ്ങിച്ച കാശിന്റെ കാര്യം ഞാൻ ഈ പുളുന്താനോട് പറഞ്ഞിട്ട് നാളെ കുറയായി. പുളുന്താനോ? ഞാൻ ഒരു വീക്ക് വെച്ചെന്നാണ്ടല്ലോ നീ ഏന്റെ തന്നെ കണ്ണുറക്കും. അന്ന് 1000-ഓ 2000-ഓ കൊടുത്തു. അതിന്റെ പലിശ കൂട്ടി നോക്കിയ ഒരു 10-35 ലക്ഷം രൂപ വരുമല്ലോ. അത് അത്രയും തുക വരുമായിരിക്കും. പക്ഷെ നമുക്ക് അത്രയൊന്നും വേണ്ട. ഏതായാലും മോക്ക് 1.5 ലക്ഷം രൂപ അവാർഡായി കിട്ടുമല്ലോ. അതിൽ നിന്നൊരു 10,000 രൂപ എങ്ങാനും. 10,000 രൂപയോ? 25,000 രൂപയുടെ ആവശ്യമില്ലേ നമുക്ക്? ആകെ ഒരു പെങ്കച്ചുള്ളതിന്റെ പഠിത്തത്തിന്റെ കാര്യത്തിന് വേണ്ടിയാ. അല്ല, ആദ്യം അവാർഡ് തുകയൊന്ന് കൈ കിട്ടിക്കോട്ടെ മാമ. ഇതിപ്പോ ലോട്ടറി അടിച്ചിട്ട് തരാമെന്ന് പറയുന്നത് പോലെ ആയല്ലോ. ഇത് നടക്കില്ല. നിങ്ങൾ വാ. ഓ, ഇവളുടെ ഒരു കാര്യം. എന്താ ഇവിടെ ഒരു ബഹളം? വന്നോ? അല്ല, നിങ്ങളപ്പോ വന്നു? ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. സുഖം തന്നെയല്ലേ? ഓ, അങ്ങനെ ജീവിച്ചു പോണു സാറേ. നീ എന്ന് കുടിക്കാൻ ചായ വെള്ളം എടുത്ത് കൊടുക്ക്. ഇപ്പൊ കയറി വന്നല്ലേ ഉള്ളൂ. മാവൻ വന്നതേ ഇതിന് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. കൂടുതലൊന്നുമില്ല പത്മനാഭ, ഒരു 25 രൂപ. ഓ, 25,000 രൂപ. നിങ്ങൾ ഇരിക്കെ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. പത്മാവതി, മുറിയിലോട്ടൊന്ന് വരണേ. എന്തോന്നാ പത്മാവതി ഇത്? എനിക്കൊന്നും അറിയില്ല പപ്പേട്ട, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ വരുന്നെങ്കിൽ വാ, നമുക്ക് പോവാം. ഇവിടെ ഒന്നും നടക്കില്ല. എന്തോന്ന് പതുക്കെ? ഒന്ന് വാ മനുഷ്യ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒന്നും പറയണ്ട പപ്പേട്ട. എന്നോടൊന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്ന്. നിങ്ങൾ വരുന്നുണ്ടോ മനുഷ്യ? ഇതൊന്നും നടക്കില്ല. നീ ഇപ്പോഴേ കരുനാക്കെടുത്ത് വളച്ചോ? നടക്കോ നടക്കൂലേ എന്നുള്ള കാര്യം. അല്ല, എന്ത് നടക്കില്ലെന്നാ പറയുന്നേ? പപ്പനാവ, പത്മാവതി ഒന്നും പറഞ്ഞില്ല. അല്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം കിട്ടിയില്ല.
കിട്ടൂല. കാശിന്റെ കാര്യമാകുമ്പോ സമയം തീരെയും കിട്ടില്ല. ഏത് കാശിന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നേ? കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറയാം മാവാ. എടാ പപ്പ, എന്റെ സ്ഥിതി നിനക്ക് അറിയാലോ. ഞാൻ വന്നതേ കുറച്ച് പണത്തിന്റെ ആവശ്യമായിട്ടാ. പണ്ട് എവളുടെ കല്യാണത്തിന് സരോജ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. കല്യാണത്തിന് വാങ്ങിയെന്നോ? ആരുടെ? നിങ്ങളുടെ. നമ്മുടെ. ഞങ്ങളുടെ കല്യാണത്തിനോ? അതിപ്പോ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കാൻ കാര്യം എന്തെന്നായിരിക്കും നീ ആലോചിക്കണേ. അതെ, പത്മത്തിന് ഇപ്പം 1.5 ലക്ഷം രൂപയുടെ അവാർഡൊക്കെ കിട്ടി. സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റൂ. ഹ, അതാണോ നേരത്തെ പറഞ്ഞ 25,000 രൂപ? കണക്ക് പറഞ്ഞ അതിൽ കൂടുതൽ വരും. ആ. 1.5 ലക്ഷം രൂപ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഒരു തുകയാണോ പത്മനാഭ? നീ പറ. മാമ വിഷമിക്കണ്ട, ഞാനത് തരാം. എപ്പോ? ഇപ്പോ ഓ. പത്മ ഒന്ന് വന്നേ. സംഭവം നടക്കണ ലക്ഷണം ആണ്ടി വനതേ. ഞാൻ പിടിച്ച പിടിയാലെ നിന്നതുകൊണ്ടാ. നിങ്ങളെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കഞ്ഞിവെള്ളവും കുടിച്ച് കുടുംബപുരാണവും പറഞ്ഞങ്ങ് വന്നേനെ. കേറ്. എങ്ങനെയെങ്കിലും കൊടുത്ത് രണ്ടിനെ ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. പപ്പേട്ട, എങ്ങനെ ഞാനിപ്പോ പെട്ടെന്ന് 25,000 രൂപ എവിടെ നിർക്കാനാ? വല്ല മാലയോ വളയോ പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. അവര് പറയുന്ന തുകയും കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക് പത്മാവതി. ശ്ശേ. അല്ല, ഏത് വകയിലാണ് ചന്ദ്രമാമൻ ഈ പണത്തെ കുറിച്ച് ചോദിക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. എന്തോ ആയിക്കോട്ടെ, ഇനിയും വരില്ലല്ലോ ഇങ്ങനത്തെ കണക്കും പറഞ്ഞോണ്ട്. ആൾക്കാർ കേട്ട ചിരിക്കുവെന്നേ. ശ്ശോ. തൽക്കാലം 1.25 ലക്ഷം അവാർഡ് കിട്ടിയെന്നും പറഞ്ഞ് സമാധാനിക്കാം. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഞാൻ അപ്പുറത്തെ ലിസിയുടെ ഇത് കടം വാങ്ങാം. അത് മതി, ചെല്ലേ. ആ, ശരി. അല്ലേ, നീ പെട്ടെന്ന് ഇറങ്ങി എവിടെ പോയിരുന്നു? ഇത് മാമൻ പറഞ്ഞ കാശ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോയതാ. മുഴുവനും ഉണ്ട്. ഇപ്പൊ മനസ്സിലായടി പത്മശ്രീക്കാരുടെ മഹത്വം. എന്നാ പിന്നെ ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട മോളെ, ഇപ്പൊ പോയാ സന്ധ്യക്ക് മുമ്പ് വീടെത്താം. ഇപ്പൊ ഒരു ബസ്സുണ്ട്. എന്താ ഏട്ടാ നോക്കി നിക്കുന്നേ? ബാ. വരട്ടെ മോളെ. ആ, അല്ലേ, ഇത് ആരാ ഇതൊക്കെ? വരൂ 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 വരൂ. ഇരിക്കെ. അല്ല, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഇൻവിറ്റേഷൻ കാർഡും കൊണ്ട് വന്നായിരിക്കും അല്ലേ? ഇല്ല, ഒരു അടിയന്തര കാര്യം ചേച്ചിയെ കണ്ട് പറയണമെന്ന് തോന്നി. എന്തു പറ്റി? 14-ാം തീയതി ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന അവാർഡ് സമ്മേളനം നടക്കില്ല മാഡം. ഈശ്വര. ചേച്ചിയെ കണ്ട് ഇക്കാര്യം നേരിട്ട് പറയാൻ വേണ്ടിയാ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വന്നത്. പ്രശ്നം എന്താ? കൂടെയുള്ളവര് കാല് മാറിക്കളഞ്ഞ ചേച്ചി. ചടങ്ങ് നടത്താൻ അവസാനം ഞങ്ങൾ 3 പേര് മാത്രമായി. അല്ല, ഈ ചടങ്ങ് നടത്താൻ കുറഞ്ഞത് എത്ര രൂപയുടെ ചെലവ് വരും? ടൗൺ ഹാൾ വാടക, മൈക്ക് സെറ്റ്, പിന്നെ സമ്മേളനത്തിന് വരുന്നവരുടെ ചെലവ്, കാർ വാടക, ചേച്ചിയുടെ അവാർഡ്, എല്ലാം കൂടെ ഒരു 2.5 ലക്ഷം രൂപ വേണ്ടി വരും. എന്താ ചേച്ചി? അല്ല, ചോദിച്ചു എന്നേ ഉള്ളൂ. ഈ അവാർഡിന്റെ കാര്യം എല്ലാരും അറിഞ്ഞു. സ്ത്രീജനം വാരികയിലെ ഇന്റർവ്യൂ വരെ വരാൻ പോവാ. അതെന്റെ കരിയറിനെ വരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനിയിപ്പോ എന്താ ഒരു വഴിയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അതെ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചടങ്ങ് പറഞ്ഞ തീയതി തന്നെ പറഞ്ഞ സമയത്ത് നടത്താം. ഫണ്ട് എങ്ങനെ കണ്ടെത്തും ചേച്ചി? അതല്ലേ പ്രശ്നം. അത് ഫണ്ട് തൽക്കാലം ഞാൻ തരാം. ഇല്ല ചേച്ചി, അത് ശരിയാവില്ല. മീര ഫൗണ്ടേഷന്റെ മുദ്രാവാക്യത്തിന് അതൊരു എതിരാണ്. സത്യം, സമൂഹം, സുതാര്യം, അത് ഞങ്ങൾക്ക് പാലിച്ചേ പറ്റൂ. അല്ല, ഇതിപ്പോ പുറത്താരും അറിയുന്നില്ലല്ലോ. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഇതെന്റെ പ്രസ്റ്റീജിന്റെ കൂടി വിഷയമാ. അതുകൊണ്ടാ. ഇത് അധർമ്മമാണോ ചേച്ചി? അധർമ്മം. നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നല്ലേ ഉള്ളൂ. ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. മാപ്പ്.
ശ്ശെ, എന്താ ഇത്? അതെ, നിങ്ങളുടെ ഈ അവാർഡ് സമ്മേളനത്തിനൊക്കെ ഒന്ന് ഏർപ്പാട് ചെയ്യ്. പത്മശ്രീ പത്മാവതി അല്ലേ പറയുന്നത്? പണം ഞാൻ നിങ്ങൾ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. എന്നാലും ഒരെന്നാലും ഇല്ല. പറഞ്ഞ തീയതിക്ക് ഈ അവാർഡ് നടന്നിരിക്കണം. നടന്നേ തീരൂ. കൊടുകൈ. പത്മാവതി ഒന്നീ വന്നേ. എന്താ പപ്പേട്ടാ? ആ CPRO നമസ്കാരം. അല്ല, ഒരുക്കങ്ങളൊക്കെ എവിടെ പോലെ? എല്ലാം റെഡി ആയില്ലേ? ചേച്ചി ആ കാര്യം പറയാനാ ഞാനിപ്പോ വന്നു. ആ പറ. നമ്മൾ പ്ലാൻ ചെയ്ത അവാർഡ് ദാന ചടങ്ങ് നാളെ നടക്കൂല. നടക്കൂലെന്നോ? ഇതെന്തായി പറയണേ? അതെ, 1000 10,000 ഒന്നല്ല, രൂപ 2.5 ലക്ഷം ഉറുപ്പിക ഞാൻ ആ പെണ്ണിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അത് പിന്നെ അവര് അതും കൊണ്ട് മുങ്ങിക്കളഞ്ഞു. മുങ്ങിക്കളഞ്ഞു. അയ്യോ, രാഷ്ട്രീയക്കാരെ പറ്റിച്ച് പണം തട്ടുന്ന ഒരു പ്രത്യേക സംഘത്തിലുള്ളവരവര്. അയ്യോ, ഞാൻ എന്തൊക്കെയായി കേക്കണ് പപ്പേട്ട. സ്വയം തൊഴിൽ കണ്ടെത്താൻ നിങ്ങൾ രാഷ്ട്രീയക്കാരെ ആഹ്വാനം ചെയ്യുന്ന അനുസരിച്ച് അവര് കണ്ടെത്തിയ ഒരു സ്വയം തൊഴിൽ പദ്ധതി അതെന്ന് എനിക്കൊരു മെസ്സേജും വന്നു.